ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ ക്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അല്പം തിക്കായിട്ടുള്ള ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഈ കാർഡ്ബോർഡിലാണ് നമ്മൾ ആനയുടെ ഫേസ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആനയുടെ തലയുടെ ഹൈറ്റുള്ള ഭാഗം നമ്മൾ ആദ്യം ഒരു തെർമോക്കോളിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ ചെയ്യുന്നത് വാൾപുട്ടിയിലാണ്. ബിർള വൈറ്റിൻ്റെ വാൾപുട്ടിയാണ് എടുത്തുള്ളത്. അത് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കുക. ഇത് ആവശ്യത്തിനനുസരിച്ച് ഒന്നിച്ച് മിക്സ് ചെയ്യാൻ പാടില്ല. കുറേശ്ശെ എടുത്ത് മിക്സ് ചെയ്യായിരിക്കും കൂടുതൽ നന്നാവുക. ഇതേപോലെ വാൾപുട്ടി കൊണ്ട് ഒരു ആനയെ ഉണ്ടാക്കിയിട്ട് ഒരു വാട്ടർ ഫൗണ്ടൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കാണാത്തവർ കാണൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള ഭാഗം മാത്രം ഔട്ട്ലൈൻ വരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ പേസ്റ്റ് എടുത്ത് നമ്മൾ ഫസ്റ്റ് ഭാഗത്ത് ഹൈറ്റുള്ള ഭാഗത്ത് കുറച്ച് പേസ്റ്റ് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ തെർമോക്കോൾ വയ്ക്കുന്നു. ആ തെർമോക്കോൾ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പേസ്റ്റ് ആദ്യം അപ്ലൈ ചെയ്തത്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചുള്ള പേസ്റ്റ് കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ ആനയുടെ മസ്തകം, തുമ്പിക്കൈ, പിന്നെ ചെവി, ആ പാർട്ടിലെല്ലാം ഈ വാൾപുട്ടിയുടെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, ഒരു ടൂളും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ചെവിയുടെ ഭാഗമാകുമ്പോൾ മുകൾ ഭാഗം മാത്രം കുറച്ച് തിക്കായിട്ടും താഴത്തേക്ക് വരുമ്പോൾ തിന്നായിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. ഇനി ആനയ്ക്ക് വേണ്ടി നമ്മൾ കൊമ്പ് ഉണ്ടാക്കണം. ആ കൊമ്പ് ഞാൻ MC കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ഒന്ന് മിനുസാക്കി MC നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൊമ്പിൻ്റെ ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തിട്ട് ആ ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ഡ്രൈ ആവാൻ വയ്ക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആനയും ഒന്ന് നല്ലപോലെ ഡ്രൈ ആവണം. എന്നിട്ടാണ് ഇതെല്ലാം നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആന ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് പ്രത്യേകിച്ച് ഷേപ്പുകളും നമ്മൾ തലയുടെ ഭാഗത്തുള്ള ഷേപ്പൊന്നും കൊടുത്തില്ല. അത് ബ്ലേഡ് വെച്ചിട്ട് എല്ലാ ഷേപ്പും കറക്റ്റ് വരുന്ന രീതിയിൽ ബ്ലേഡ് വെച്ച് ചുരണ്ടിയെടുക്കുക. ഇതേപോലെ ചുരണ്ടി എടുത്തിട്ട് ഫുൾ എല്ലാ ഭാഗങ്ങളും ചുരണ്ടി എടുക്കണം. പിന്നെ നമ്മൾ തുമ്പിക്കൈയിലെല്ലാം ഈ ആനയുടെ ശരീരത്തിൽ നല്ല ക്രാക്ക് ഉണ്ടാവും. ക്രാക്ക് വരുന്ന രീതിയിലെല്ലാം നമ്മൾ ഈ ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം. കണ്ടത് കറക്റ്റ് ആനയുടെ ഏതാനും ഒരു ആനയുടെ ഒരു ഫേസ് മസ്തകം പോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രാക്കുകൾ വരഞ്ഞു കൊടുക്കണം. നമുക്ക് മറക്കരുത്. ആനേൻ്റെ സ്കിന്നിൽ ഒരു നിറയെ വരകൾ കാണും. അതേപോലെ നമ്മൾ വരഞ്ഞിട്ടുണ്ട്. വരഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ കൊമ്പ് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഞാൻ MC-യിലാണ്. MC-യിൽ എടുത്തിട്ടുണ്ട്. ആ MC-യിൽ വെച്ചിട്ട് രണ്ട് കൊമ്പും ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് ഒട്ടിച്ച് കഴിഞ്ഞാലും ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് നല്ല ഉറച്ചിട്ട് പോരാത്ത രീതിയിൽ നല്ലപോലെ ഫിക്സായി കിട്ടും. നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ വാൾപുട്ടി വീണ്ടും മിക്സ് ചെയ്തിട്ട് ആനയുടെ ചുറ്റുള്ള ഭാഗം എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് കയ്യിലുള്ള അതേ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് വെറുതെ ഡിപ്പ് ചെയ്തെടുത്താലേ ഒരു പ്രത്യേക രീതിയിൽ അതിൻ്റെ സ്ട്രക്ചർ വരും. എന്നിട്ട് വീണ്ടും ഡ്രൈ ആവാൻ വെക്കണം. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് പെയിൻറ്റിങ് ആണ്. പെയിൻറ്റിങ് വർക്ക് മാത്രമേ ഉള്ളൂ ഇനി ഇതിനുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ആനയ്ക്കും പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഞാൻ ബ്ലാക്ക് അടിക്കുകയാണ്. ഫുള്ളായിട്ട് ബ്ലാക്ക് അടിച്ചിട്ട് നമുക്കതൊന്ന് ഡ്രൈ ആവണം. അതും അടുത്ത പെയിൻറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ആനയുടെ ചുറ്റും വരുന്ന ഭാഗം ഗോൾഡൻ കളർ പെയിൻ്റാണ് അടിച്ചിട്ടുള്ളത്. അത് ബ്രഷ് വെച്ചിട്ടല്ല, കൈകൊണ്ട് ഡിപ്പ് ചെയ്തിട്ടാണ്, അതായത് സ്പോഞ്ച് വെച്ച് ഡിപ്പ് ചെയ്യാണ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇതിൻ്റെ കൊമ്പ് വൈറ്റ് കളർ അടിക്കണം. രണ്ട് കൊമ്പിന് വൈറ്റ് കളർ, പിന്നെ കണ്ണിൻ്റെ ഭാഗവും മാർക്ക് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് പോലെ തന്നെ വാൾപുട്ടി വെച്ചിട്ടുള്ള ചെയ്ത മറ്റൊരു ക്രാഫ്റ്റാണിത്. ഇതെൻ്റെ കുട്ടികളുടെ കൈയാണ്. ഇത് ചെയ്തിട്ട് 2 വർഷമായി. അപ്പോൾ എത്ര വർഷം വേണമെങ്കിലും ഈ വാൾപുട്ടി വെച്ചുള്ള ക്രാഫ്റ്റ് നമുക്ക് ഉണ്ടാവും കേട്ടോ. എത്ര വർഷം കഴിഞ്ഞാലും ഉണ്ടാവും. വാർണിഷെല്ലാം ചെയ്ത് നമ്മളുടെ ആനക്കുട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ പെയിൻറ്റ് വെച്ചിട്ട് ഒരു ഗോപിക്കുറിയെല്ലാം ഞാൻ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് എത്ര വർഷം വേണമെങ്കിലും ഇതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.